സത്യം പറയാലോ. ബിക്കോസ് അത്രക്ക് പാടായിരുന്നു. പ്രതീക്ഷ കൈവിടല്ലേ കേട്ടോ, വിടല്ലേ, ഞാനല്ലേ പറയുന്നത്. എന്റെ ബോഡി വൈസ് ഞാൻ ആകെ തളർന്ന് ഒടിഞ്ഞ്. ഇനിയിപ്പോ വല്ല മീൻ കച്ചവടത്തിനും പോകാൻ പോലെയാണ്. പെയിൻ എന്ന് പറഞ്ഞാൽ ഞാൻ പെയിന് ഭയങ്കരമായിട്ട് അനുഭവിച്ചിരിക്കുന്നുണ്ട്. തനിക്ക് നാണമുണ്ടോടോ ഇത് എന്നോട് പറയാൻ? മുട്ടിന്റെ സർജറിയും കഴിഞ്ഞാണ്. സോ എനിക്ക് മുട്ടുമേലും ഉണ്ടായിരുന്നു ഫുൾ ബോഡി ഒടുക്കത്തെ പെയിൻ ആയിരുന്നു. ഞാനത് വിശ്വസിക്കുന്നില്ല. വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങളെ പിടിക്കാണ്. ഒരു പെയിൻ ഒന്നും ഞാൻ പകുതിയോളം അറിയാത്തത് തന്നെ ഇവളുള്ളതുകൊണ്ടാ. പരസ്പരം പോഴ്ത്തിയിട്ട് ഒരു കാര്യമില്ല. ഫാൻ മീറ്റപ്പ്, അതായത് നമുക്ക് ആഫ്റ്റർ പാർട്ടിക്ക് ബിഗ് ബോസ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ബിഗ് ബോസ് ഇവളോട് നൂറ വീട്ടിൽ പോവുക, അല്ല ഹോട്ടലിലേക്ക് പോവുക, അങ്ങനെയൊക്കെ പറഞ്ഞു. എന്നാൽ കഴിയുന്നൊരു പ്രായച്ചിത്തം. ബിഗ് ബോസ് എന്റെ ബർത്ത്ഡേ വിഷ് ചെയ്ത്. ഇതെന്തിനാ എന്റെ മേത്തേക്ക് വരുന്നത്? അതില ആസ് എ പെർഫെക്റ്റ് ബോയ് ഫ്രണ്ട് മെറ്റീരിയൽ. സത്യം സത്യം. ഓൾ ഗേൾസ് ആർ ക്രഷിംഗ് വിത്ത് ആദില നൗ. ഞാൻ അറിയുന്നുണ്ട്. ഇപ്പൊ നമ്മളൊന്നും വേണ്ടല്ലോ. അത് വേണ്ട നോ നോ ക്രഷ്. ഞാൻ അത്രക്കാരൻ ബിഗ് ബോസിൽ നിന്നെടുത്ത ഫേവറേറ്റ് പ്രോപ്പർട്ടി കിട്ടിയോ? കിട്ടിയിട്ടില്ല. അതിപ്പോ കണ്ടല്ലോ. നീ എന്നെ വിഷമിപ്പിക്കാടാ. ഞാൻ ആലോചിക്കും ബിഗ് ബോസിന് അടുത്ത ഫേവറേറ്റ് പ്രോപ്പർട്ടി കിട്ടിയില്ലല്ലോ. അല്ലാതെ തന്നെ എന്നെ കുറിച്ച് കുറെ കംപ്ലൈന്റ്സ് ഉണ്ട്. ബിഗ് ബോസ് അടുത്ത ക്രൂ ഒക്കെ ഇനിയിപ്പോ സാധനങ്ങളൊക്കെ ഇനി എവിടെ കൊണ്ടുപോയി അരിയും മുങ്ങി, മണ്ണെണ്ണയും മുങ്ങി, മാസം തോറും കിട്ടണ പഞ്ചസാരയും മുങ്ങി. പിന്നെ അവിടെ നിർത്തുന്നതിനാ അത് ചോദിച്ച് ഞങ്ങൾ കെഞ്ചി വാങ്ങും അവിടെ. അയ്യോ എന്നെ വിട്ടേക്ക്, എന്റെ കയ്യിന്ന് പോവും.